നമസ്കാരം. മുതലപ്പുഴയിൽ അപകടങ്ങൾ ആവർത്തിച്ചു വരുന്നതിന് കാരണം എന്താണ് എന്നൊരു ചോദ്യമാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇവിടെയുള്ള പ്രദേശവാസികളും തൊഴിലാളികളും തന്നെ കണ്ടെത്തുന്നുണ്ട്. അദാനിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണത്. അവർക്ക് മുമ്പ് നൽകിയിട്ടുള്ള പെർമിഷനും അതിന്റെ ഭാഗമായിട്ട് അവർ ഇവിടെയുള്ള പ്രദേശത്തെ ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം? എങ്ങനെയാണ് ഇവിടെ ആ ഒരു പ്രശ്നം മനസ്സിലായത്? ഈ ഹാർബർ കമ്മീഷൻ ചെയ്ത സമയത്ത് തന്നെ എല്ലാ വർഷവും വർഷത്തിൽ 2 തവണ ഡ്രഡ്ജിങ് കൃത്യമായി നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഡ്രഡ്ജ് നടത്തുക മാത്രമല്ല 6 മീറ്റർ ആഴം ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ അദാനിയുടെ വാർഫില് അവരുടെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്ന ബോട്ടിന് മാത്രമാണ് അവരെ നടത്തിക്കൊടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2023 തന്നെ അദാനിക്ക് ആവശ്യമായ കല്ലുകളും മറ്റും ഇവിടെ കൊണ്ടുപോയി അവർ കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇവർ പോകുന്ന ആ സമയമായപ്പോൾ അവരെ നിർബന്ധപൂർവമാണ് 2024 ഇവിടെ ഡ്രഡ്ജിങ് നടത്തിച്ചത്. ആ ഡ്രഡ്ജിങ് നടത്തിയത് തന്നെ ഒരു JCB കൊണ്ടിട്ട് തോണ്ടുന്ന ഒരു പ്രക്രിയയാണ് നടത്തിയത്. ശരിക്കും പറഞ്ഞ എഗ്രിമെന്റ് ട്രെഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിങ് നടത്താമെന്നാണ്. എന്നാൽ അത് അവർ വയലേറ്റ് ചെയ്തുകൊണ്ട് അവരൊരു JCB കൊണ്ടുവന്ന് ഇതാക്കുന്ന ഒരു സംവിധാനമാണ് നടന്നത്. അത് 2024 ഏപ്രിലോടെ അവരുടെ കരാറ് കഴിഞ്ഞെങ്കിലും എന്നാൽ അവർ കൃത്യമായി ആഴം അവരുടെ മണലെടുപ്പിൽ വന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ ബോധ്യപ്പെട്ടു. അത് അവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ അത് വീണ്ടും 2024 ജൂലൈ 21 വരെ അത് നീട്ടിക്കൊടുത്ത് ഡ്രഡ്ജിങ് നടത്തുകയാണ്. ആ 2024 ജൂലൈ 21 ആ ഡ്രഡ്ജിങ് നിർത്തിയിട്ട് പോലും കൃത്യമായ ആഴമുണ്ടായിട്ടില്ല. ഈ വർഷം തന്നെ 2025 തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ അധികാരികളോട് ജനുവരി മാസം തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിലവിലെ സാഹചര്യം അറിയിച്ചതാണ്. ജനുവരി മാസം 27-ാം തീയതി ഇവിടുത്തെ മുതലപ്പുഴയുടെ നിലവിലെ സാഹചര്യം ഇവിടുത്തെ അധികാരികൾക്ക് ഞങ്ങൾ വള്ളക്കാര് നിലവിൽ സാഹചര്യം അറിയിച്ചതാണ്. എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അത് മുഖേന നിലവിൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഹാർബർ വഴി പോയി മത്സ്യബന്ധനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി 2 ദിവസമായി കഴിഞ്ഞ നിരന്തരമായ 1 മാസം കൊണ്ട് നടക്കുന്ന സമരങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി വള്ളങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നലെ ഒരു വള്ളം ഉറച്ചു. ആ വള്ളം മറ്റൊരു ബോട്ട് കൊണ്ട് വലിച്ച് ഇറക്കി. അത് വലിയ ഒരു വേഗമായ ഒരുപാട് നഷ്ടങ്ങൾ, ഏകദേശം 10-25 തൊഴിലാളികളുമായി പോയ വള്ളമാണ് അവിടെ ഉറച്ചത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു ബോട്ട് കൊണ്ട് വള്ളം കൊണ്ടിരുന്നത്. അപ്പൊ അവർ കടലാക്രമണം പോലെ കടൽ പ്രക്ഷുബ്ധമായിരുന്നുവെങ്കിൽ ഈ 25 ജീവനും ഇന്നലെ നമ്മൾ പൊലിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഡ്രഡ്ജിങ് നടത്തണം, ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിങ് നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാര്യം മണ്ണുമാന്തി യന്ത്രം കൊണ്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വിജയകരമല്ല എന്ന വ്യക്തമായ അടിസ്ഥാനപരമായ ബോധ്യത്തിലാണ് നമ്മൾ ഡ്രഡ്ജർ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇന്ന് നടന്ന സമരത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസ് ഡയറക്ടർ ഷാജഹാൻ IAS ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച ഡെഡ് ഡേറ്റ്, ചൊവ്വാഴ്ച 4 ദിവസം നടന്നത് തിങ്കളാഴ്ച, ഞങ്ങൾ ചൊവ്വാഴ്ച ഒരു ഡെഡ് ഡേറ്റ് ആയിട്ടിട്ട് അന്നേക്ക് ദിവസം നമ്മുടെ ഈ ഇവിടുത്തെ ട്രെഡ്ജറെ കൊണ്ടുവന്നുള്ള ഡ്രഡ്ജിങ് ആരംഭിച്ചില്ലാണെങ്കിൽ ഈ സമരത്തിന്റെ രീതികൾ മാറും. നമ്മളെ സമരത്തിന്റെ രീതികളെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടുകാരെ തന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിട്ടുള്ള ഒരു സമരമായിരുന്നു. ഇനി അതല്ല, ഞങ്ങളുടെ ആവശ്യം ജീവിക്കാനുള്ള അവകാശമാണ്. ഞങ്ങൾ ആരുടെ അടുത്തും കൈയിട്ട് വരാനോ അല്ലെങ്കിൽ ഞങ്ങളൊരു അധികാരത്തിലേക്ക് കയറാനോ അല്ല. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളുടെ അനാഥമാകാതിരിക്കാൻ, അവർ പട്ടിണിയിലാവാതിരിക്കാൻ, അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കിട്ടാൻ, അവർ കൃത്യമായ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ചികിത്സ പോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി ജോലി ചെയ്യാനുള്ള അവകാശം. ഈ അവകാശം നമുക്ക് നിഷേധിക്കപ്പെട്ട നിലയ്ക്ക് അതിന് ഏത് തരത്തിലുള്ള സമരവും നമ്മൾ ആ മത്സ്യത്തൊഴിലാളി എന്നുള്ള ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ നമ്മൾ നടത്തും. അത് ഞങ്ങൾ ഈ ഷാജഹാൻ IAS സാഹിബ് ഇവിടെ തന്ന ആ വാക്ക് പാലിക്കപ്പെടാതെ വന്നാൽ ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ നേതൃത്വം നിലവിൽ ഇതിനു വേണ്ടി ഈ മുതലപ്പുഴ അവകാശ സംരക്ഷണ സമിതി എന്നും പറഞ്ഞൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം എടുക്കുന്നതിന് വേണ്ടി ശനിയാഴ്ച നമ്മൾ പ്രത്യേകിച്ച് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച മുതൽ ഈ വാക്ക് ലംഘിക്കപ്പെട്ടാൽ ഞങ്ങളുടെ സമരം വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്നതാണ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ അതില് പ്രധാനമായിട്ട് പറയുന്നത് 2 തവണ ഡ്രഡ്ജിങ് നടക്കണമെന്നാണ്. അപ്പൊ അത്തരത്തിൽ നടത്തിയത് ഒരു പേരിന് വേണ്ടിയുള്ള രീതിയിലാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായും പേരിന് വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ല, ഈ ഇവിടുത്തെ മണലിലെ ഒഴുക്ക് മറ്റുള്ള ഹാർബറിനെ പോലെയല്ല. നമുക്ക് കേരളത്തിലെ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു ഹാർബറിന്റെ മൗത്തിന്റെ ബിന്ദു വരുന്നത്
ഈ ഇവിടുത്തെ മൗത്തിന്റെ ബിന്ദു നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് 120 മീറ്ററാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നിലവിൽ ഏകദേശം 60-നും 40-നും ഇടയിലുള്ള ഭാഗമാണ്. മൊത്തവും ഈ മണൽ കുമിഞ്ഞും പാറ ഇടിഞ്ഞും മൗത്ത് ബിന്ദു കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ അപകടത്തിന് കാരണം. അപ്പൊ ഇത് അതിന്റെ ഇടയിൽ മണൽ കുമിഞ്ഞു കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കടൽ രൂപപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായിട്ട് മൗത്തിന്റെ ഭാഗത്തൂടെ ഇറങ്ങി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഏകദേശം 150 കോടി രൂപ എത്ര കമ്മീഷൻ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ആ മൗത്തിന്റെ എക്സ്റ്റൻഷൻ കൂട്ടുന്നതിനുള്ള വർക്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ വരുന്ന കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മൗത്തിന്റെ ലെന്തും വിന്തും കൂട്ടിയാൽ മാത്രമേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. നിലവില് ഈ വരുന്ന 3 മാസത്തെ മത്സ്യത്തൊഴിലാളികളുടെ 1 വർഷത്തിലെ 9 മാസത്തെ പട്ടിണിയും മുതലാളികൾ കടക്കണിയിലാവുന്ന ഈ 9 മാസമാണ്. ഈ 9 മാസം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ വരുന്ന 3 മാസത്തെ നമ്മുടെ ജോലിയാണ്. ഈ 3 മാസത്തെ സീസൺ ടൈമിന് ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ വന്നാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആത്മഹത്യയുടെ വക്കിൽ മാത്രമല്ല അവര് പട്ടിണി മരണങ്ങളിലേക്ക് പോകാൻ ഒരു സാധ്യതയുള്ള ഒരു അവസ്ഥയിലാണ്. ഈ മണല് ഇപ്പൊ ഇവിടുന്ന് വാരി കഴിഞ്ഞാലും ഇത് വീണ്ടും അടിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ ആ ഒരു പരിഹാരം അതൊരു കൃത്യമായി പരിഹരിക്കാൻ ഇനി എന്താണ് ചെയ്യാൻ? ട്രഡ്ജിങ് അല്ലാതെ ഇതിനകത്തൊരു പരിഹാരമല്ല. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം 9ഓളം വള്ളങ്ങളാണ് കട്ടപ്പുറത്തായത്. 9 വള്ളങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം 80 ലക്ഷവും 1,20,00,000 മുകളിൽ വില പിടിപ്പുള്ള വള്ളങ്ങൾ. ഇത്രയും തുകകളുടെ കണക്ക് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ പ്രഭുക്കളെന്നല്ല, അവര് നിരവധി പലിശയ്ക്കും അതേപോലെ സ്വന്തം ഭാര്യയുടെ കെട്ടുപാലി ഉൾപ്പെടെ പണയം വെച്ചിട്ടാണ് ഒരു സംരംഭം ഇടുന്നത്. ഏകദേശം ഒരു വള്ളത്തിൽ 30-40 ഇടയ്ക്ക് തൊഴിലാളികൾ ജോലിയെടുക്കുന്ന യാനങ്ങളാണ്. ഈ യാനങ്ങൾ ഒരു ദിവസം പണിക്ക് പോകാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഏകദേശം 30 കുടുംബങ്ങൾ പട്ടിണിയിലാവുകയാണ്. 30 കുടുംബങ്ങളുടെ ചോറിൽ മണ്ണ് വാരിയിടുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് ഏകദേശം 8-9 വള്ളങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടെ നടന്ന അപകടങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ പെരുമാതുര ഇരിക്കുന്ന യാർഡിനകത്തിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം കൃത്യമായ ട്രഡ്ജിങ് നടത്താത്തതുകൊണ്ടാണ്. അപ്പൊ ആ ട്രഡ്ജിങ് നിർബന്ധമായിട്ട് ട്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള ട്രഡ്ജിങ് നടന്നില്ലാണെങ്കിൽ ഈ വിഷയത്തിന് യാതൊരു കാരണവശാലും പരിഹാരം ഉണ്ടാവില്ല. മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ്. നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഈ മണ്ണ് മാന്തി യന്ത്രം കൊണ്ടിട്ട് ഒരു പ്രക്രിയ, നമ്മളെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പ്രക്രിയ ഒഴിവാക്കി കൃത്യമായ ട്രഡ്ജർ ഉപയോഗിച്ച് ട്രഡ്ജിങ് നടത്തി ഈ വിഷയത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം.